പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ടോപ്പിക്കിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാണാത്തവർ ഇഫ് യു ഇൻട്രസ്റ്റഡ് പ്ലീസ് വാച്ച് ദാറ്റ്. ഓക്കെ, നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും നമ്മുടെ നിസ്സഹായ അവസ്ഥയാണ് നമുക്ക് പല സാഹചര്യങ്ങളും കാണാൻ കഴിയുന്നത്. ആ സാഹചര്യങ്ങളിൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്നുള്ളൊരു ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരു ഡിക്ലറേഷൻ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് നിസ്സഹായ അവസ്ഥയായിരുന്നാലും ഈ ഡിക്ലറേഷൻ നിങ്ങൾ പറയുക. ഓക്കെ, ഇത് ദൈവത്തെ സ്വീകരിച്ച വ്യക്തിയായിരിക്കാം, ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ആശ്രയം അറ്റ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആ സാഹചര്യത്തിൽ ഡിക്ലറേഷൻ പറയുക. നമ്മളൊരു പാറ എടുക്കുവാണെങ്കിൽ ആ പാറയെ ചുറ്റിക കൊണ്ട് അതിൻ്റെ കഠിനത എത്രയുണ്ടോ അത്രത്തോളം ആ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോഴാണ് ആ പാറ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് പറയുക. സാംസ് 121 വാക്യത്തെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഡിക്ലറേഷനാണ്. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഞാനത് നിങ്ങളെ മുമ്പിൽ എത്തിക്കുകയാണ്. സോ അത് ഏതൊരു വ്യക്തിയായിരുന്നാലും അത് കണ്ടിന്യൂസ് ചെയ്ത് നിങ്ങൾ പറയുക. ഓക്കെ, ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ തന്നെ അത് എക്സാമിൻ ചെയ്യുക. ഒരിക്കലും വചനം ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം തരാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. സോ എല്ലാവരും ആ ഡിക്ലറേഷൻ കണ്ടിന്യൂസ് ചെയ്ത് പറയുക. ഏത് ആശ്രയമറ്റ സാഹചര്യമാണെങ്കിലും അത് പറയുക. ഓക്കെ, ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവകൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. God bless you.